ഗൈസ്, കാളവേലയും പൂരവും ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചധികം ദിവസമായിട്ടോ. പക്ഷേ എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഇപ്പോഴാണ് സമയം കിട്ടിയത്. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോസ് അല്ലേ, അപ്പോൾ പിന്നെ പോസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പണ്ടുന്തറ വേലയ്ക്ക് ആട്ടും കലാസമിതി ആയിരുന്നു കേട്ടോ ഇപ്രാവശ്യം കൊട്ടാൻ വന്നത്. കഴിഞ്ഞ പ്രാവശ്യവും ഇവർ തന്നെ ആയിരുന്നു. പേഴ്സണലി എനിക്ക് ഇവരുടെ കൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. എത്ര നേരം വേണമെങ്കിലും ഞാനത് ആസ്വദിച്ച് നിൽക്കും. പിന്നെ നമ്മുടെ പൂരത്തിൻ്റെയും കാളവേലയുടെയൊക്കെ മെയിൻ ഐറ്റം ആണല്ലോ വെടിക്കെട്ട്. വെടിക്കെട്ട് എവിടെ ഉണ്ടെങ്കിലും ഓടിപ്പോയി കാണും. പിന്നെ കാളവേലയുടെ ഇത്തവണത്തെ മെയിൻ താരം ഇവനായിരുന്നു, അഴകിൻ്റെ രാജകുമാരൻ. എന്നേക്കാൾ കൂടുതൽ കാളവേല പൂരം എന്നൊക്കെ പറഞ്ഞ പ്രാന്തുള്ള ആളാണ് എൻ്റെ ഏട്ടൻ. പക്ഷേ ഇപ്രാവശ്യം ഏട്ടന് വരാൻ പറ്റിയില്ല. കമ്പനി ചതിച്ചു, ലീവ് കൊടുത്തില്ല. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കേട്ടോ പൂരം കാണാൻ പോയത്. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ രണ്ടാമത്തെ കാളവേലയും പൂരമാണ് ഇത്. ശരിക്കും കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണുന്നത്. അതായത് കാളവേല, പൂരം. ഞങ്ങളുടെ നാട്ടിലെ കാളവേല, പൂരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ഇതേപോലെ അല്ല, ഉത്സവം എന്നാണ് അവിടെ പറയുന്നത്. അവിടെ അമ്പലത്തിനകത്തെ പരിപാടികളും പുറത്തും അതുപോലെ പരിപാടികൾ ഉണ്ടാവും. പക്ഷേ ഇതേപോലെ കാള സംഭവങ്ങളൊന്നും ഇല്ല. അതൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ആദ്യമായിട്ട് കാണുന്നത്. ഇതേപോലെ കുറേ രൂപങ്ങളൊക്കെ, ഇതൊക്കെ ആക്ച്വലി ഞാൻ ഇവിടെ വന്നിട്ടാണ് കാണുന്നത്. എൻ്റെ നാട്ടിൽ പടയണി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. അവിടുത്തെ പരിപാടികൾ വേറൊരു ടൈപ്പാണ്. രണ്ട് പരിപാടികളും രണ്ട് വൈബായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതുപോലെ കുറേ രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതെന്താണെന്ന് പറഞ്ഞു തരാൻ എനിക്കും അറിയില്ല. ഞാനും ഇത് ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. എന്തായാലും എല്ലാ ദിവസവും അമ്പലത്തിൽ പോയി കാളവേലയും പൂരവും ഒക്കെ ഞങ്ങൾ എൻജോയ് ചെയ്തു. പിന്നെ വീട്ടിലെ റിലേറ്റീവ്സും കസിൻസും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഒപ്പം ആയിരുന്നു ഞങ്ങൾ പൂരം കാണാൻ വേണ്ടി പോയത്. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടി പൂരപ്പറമ്പിൽ കൂടി ഒക്കെ ഒന്ന് കറങ്ങി. വേറെ ഒന്നിനല്ല, എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കറങ്ങി നടന്നത്. അത് മാത്രമല്ല, കണ്ണി കണ്ട കടകളിലൊക്കെ ഞങ്ങൾ കയറുകയും ചെയ്തു. ശരിക്കും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും എൻ്റെ നാട്ടിലില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ ഇതൊക്കെ കണ്ടത്. പൂരപ്പറമ്പിലൊക്കെ അവിടെ വേറെ ഐറ്റംസ് ആണ് കേട്ടോ കഴിക്കാനുള്ളത്. പിന്നെ ഞങ്ങൾ നേരെ ഓംലെറ്റ് കഴിക്കാൻ വേണ്ടി പോയി. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ആ ഏട്ടൻ എന്തൊക്കെ എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓംലെറ്റ് ഒക്കെ കഴിച്ച ശേഷം ഞങ്ങൾ കുട്ടികൾക്ക് കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടി പോയിരുന്നു. അതിനുശേഷം നമ്മുടെ മെയിൻ താരത്തിൻ്റെ അടുത്തേക്ക് പോയി കമ്മൽ. അങ്ങനെ അവിടുന്ന് കുറച്ച് കമ്മലുകളൊക്കെ വാങ്ങി. അങ്ങനെ ഈ വർഷത്തെ പൂരം കാളവേലയൊക്കെ കഴിഞ്ഞു. ഇനി ഒരു വർഷം നീണ്ട കാത്തിരിപ്പാണ്. അപ്പോൾ അത്രയുള്ള വീഡിയോ. ബൈ.